നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബുവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വിഘ്നേശ്വര മഹേശ്വര. ഓം പാർവതി അമ്മേ ഭഗവതിയെ നമോ നമഃ. ഓം ശനിദേവായപ്പായ നമോ നമോ. ഓം ബ്രഹ്മദേവായ നമോ നമോ. ഓം സുബ്രഹ്മണ്യസ്വാമിയെ നമോ നമഃ. ഓം മനപൂർണേശ്വരി ദേവിയെ നമോ നമോ. കാളികാളിയമ്മേ നമോ നമഃ. ഓം ദുർഗാദേവി. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. രുചക യോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വാഭാവികമായും ചൊവ്വയുടേതായിരിക്കുന്ന സഞ്ചാരഗതികളിൽ ഉണ്ടാകുന്ന രുചകയോഗം അത്ര ശക്തമല്ലാതെ പോവുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. എന്നാൽ 2026 മെയ് മാസം 2-ാം തീയതി തുടങ്ങുന്ന രുചകയോഗം ഒരു വർഷക്കാലത്തോളം അതിൻ്റേതായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ 4 രാശിജാതരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് ഭാഗ്യം സിദ്ധിക്കുകയാണ്. വന്ന് പോകുന്ന യോഗമായതുകൊണ്ട് കൂടുതൽ ഫലങ്ങളൊന്നും സ്വാഭാവികമായി രുചകയോഗത്തിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 128 വർഷങ്ങൾക്ക് ശേഷമാണ് രുചകയോഗം ഇത്രത്തോളം ശക്തി പ്രാപിച്ച് ഒരു വർഷക്കാലത്തോളം 4 രാശി ജാതരായിരിക്കുന്ന നക്ഷത്രജാതരെ അനുഗ്രഹിക്കാനായി എത്തിയിരിക്കുന്നത്. 2026 മെയ് 2-ന് ചൊവ്വ മീനം രാശിയിൽ നിന്ന് സ്വന്തം രാശിയായ മേടത്തിലേക്ക് പ്രവേശിക്കുക. അതിനോടൊപ്പം ഉണ്ടാകുന്ന യോഗമാണ് രുചകയോഗം. ജ്യോതിഷത്തിലെ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒന്നാണ് രുചകയോഗം എന്ന് പറയുന്നത്. രുചകയോഗം പൊതുവിൽ ചൊവ്വ ഗ്രഹത്തിൻ്റെ ശക്തിയെയാണ് കാണിക്കുന്നത്. സ്വാഭാവികമായും ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത് നമ്മളൊരു പക്ഷേ ദോഷകാരകമായിട്ടാണ് ദർശിക്കുന്നത്. എന്നാൽ ഈ ദോഷകാരകമായിരിക്കുന്ന ഗ്രഹസ്ഥാന വ്യവസ്ഥകൾ ഗുണഫലങ്ങൾ നൽകിയാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പ്രയോജനങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ശനി ദോഷകരമായിരിക്കുന്ന സമയത്ത് ശനിദേവനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്താൽ 4 ഇരട്ടി ഫലമാണ് ശനിദേവൻ നമുക്ക് തരുന്നത് എന്ന് പറയുന്നത് പോലെ കാലാകാലങ്ങളിൽ നമ്മുടെ ജന്മവ്യവസ്ഥകളെ മനസ്സിലാക്കി പരിശോധിപ്പിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ജീവിതത്തിൽ വളരെയധികം സംതൃപ്തിദായകമായിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും എന്നുള്ളത് എടുത്തു പറയുകയാണ്. അതാണ് ഇവിടെ ഈ രുചകയോഗത്തിലൂടെ വ്യക്തമാക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. 128 വർഷങ്ങൾക്ക് ശേഷമാണ് ശക്തമായ രുചകയോഗം വന്നു ചേരുന്നത്. സാമ്പത്തികമായും അതുപോലെ തന്നെ ജീവൽ പ്രധാനമായും 4 രാശിക്കാരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത്. ചെറിയ ഉയർച്ചയല്ല, ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക്. അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേടം രാശിജാതർ ചൊവ്വ സ്വന്തം രാശിയിൽ നിൽക്കുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കും. തടസ്സപ്പെട്ടു കിടക്കുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടക്കും. കായിക രംഗത്തും ഭരണരംഗത്തും അതായത് രാഷ്ട്രീയ രംഗത്തും നിൽക്കുന്ന ആൾക്കാർക്ക് നേതൃത്വപരമായ അവസ്ഥകൾ വന്നു ചേരും. അതുപോലെ തന്നെ വലിയ അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇതാണ് മേടം രാശിജാതരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് പ്രധാനമായും പറയാനുള്ളത്.
അതുപോലെ തന്നെ സ്വാഭാവികമായി വന്നു ചേരാൻ കഴിയുന്ന, ആഗ്രഹിക്കുന്ന, സമൃദ്ധിദായകമായിരിക്കുന്ന എല്ലാ അവസ്ഥകളും രുചക യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേടം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. വിദ്യാഭ്യാസപരമായ പുരോഗതി, തൊഴിൽ പുരോഗതി, കർമ്മരംഗത്തിൻ്റെ പ്രാധാന്യ പുരോഗതി, അതുപോലെ തന്നെ സാമ്പത്തികമായ വളർച്ച, സാമ്പത്തികമായ അഭിവൃദ്ധി, ലോട്ടറി ഭാഗ്യം, അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ എല്ലാം തന്നെ രുചക യോഗത്തിൻ്റെ ഫലമായി മേടം രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് വന്നു ചേരും. അടുത്തത് വൃശ്ചികം രാശിയാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികം രാശി. രാശ്യാധിപനായ ചൊവ്വ സ്വക്ഷേത്ര ബലത്തിൽ നിൽക്കുന്നത് ആരോഗ്യ പുരോഗതിക്കും ശത്രു ജയത്തിനും കാരണമാകും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭമുണ്ടാകും. റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ ഈ വീട് വെച്ച് നൽകുന്ന സ്ഥാപനങ്ങൾ, ഇതൊക്കെ വളരെ ലാഭകരമായ തരത്തിൽ ഉയർന്നു വരും. അതുപോലെ തന്നെ വൃശ്ചികം രാശി ജാതരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് വിദ്യാഭ്യാസ കാര്യത്തിലും ബിസിനസ് മേഖലയിലും കാർഷിക മേഖലയിലും അതുപോലെ തന്നെ വിദേശ രാജ്യത്തേക്കുമൊക്കെ വളരെ സാമ്പത്തികമായ അഭിവൃദ്ധിയുടെ ഭാഗമായി പോകാൻ കഴിയും, അല്ലെങ്കിൽ ഈ മേഖലകളിലൊക്കെ വിജയിക്കുവാൻ കഴിയും. അടുത്തത് മകരം രാശിയാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം പകുതി ചേരുന്ന മകരം രാശി. മകരം രാശിയുടെ 4ാം ഭാവത്തിൽ ചൊവ്വ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വാഹനഭാഗ്യം, അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുന്നതിനുള്ള ഭാഗ്യം, പഴയ വീട് നവീകരിച്ച് പുതുതാക്കുന്നതിനുള്ള ഭാഗ്യം എന്നിവ വന്നു ചേരും. അതുപോലെ തന്നെ അമ്മ വഴിയുള്ള സ്വത്ത് മാതൃ സ്വത്തിന് അവകാശിയായി മാറും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കരിയറിലൊക്കെ പുതിയ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനുള്ള ഭാഗ്യവും രുചക യോഗത്തിൻ്റെ ഫലമായി വന്നു ചേരും. 128 വർഷങ്ങൾക്ക് ശേഷമാണ് മകരം രാശിക്കാർക്ക് ഈ ഭാഗ്യം വന്നു ചേരുന്നത്. ഉറപ്പായും ലോട്ടറി ഭാഗ്യം, അതുപോലെ തന്നെ നറുക്കെടുപ്പ് ഭാഗ്യം, അതുപോലെ തന്നെ വാഹന ഭാഗ്യം, വസ്തുക്കളും വീടും മറ്റും വാങ്ങുന്നതിനുള്ള ഭാഗ്യം, സന്താന ജനനത്തിനുള്ള ഭാഗ്യം തുടങ്ങി ഒരുപാട് ഭാഗ്യങ്ങൾ, നമുക്ക് വിശദീകരിക്കുവാൻ കഴിയാത്തതിനപ്പുറത്തേക്കുള്ള ഭാഗ്യം മകരം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. ഉറപ്പായും ലോട്ടറി ഭാഗ്യം വന്നു ചേരും, അതിന് യാതൊരു മാറ്റവും വേണ്ട. വലിയ തുകയല്ലെങ്കിലും ശരിക്കും നമുക്ക് കടങ്ങൾ തീർക്കുവാനുള്ള, ബാധ്യതകൾ തീർക്കുവാനുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകുവാനുള്ള തരത്തിലുള്ള സമ്പദ് സൗഭാഗ്യം ലോട്ടറിയിൽ നിന്ന് വന്നു ചേരും. രുചക യോഗം അതാണ് വ്യക്തമാക്കുന്നത്. അടുത്തത് കർക്കിടകം രാശിയാണ്. പുണർദം, കാൽ, പൂയം, ആയില്യം നക്ഷത്രം ചേരുന്ന കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാരുടെ 10ാം ഭാവത്തിൽ ചൊവ്വ ബലവാനായി നിൽക്കുന്നു. അത് തൊഴിൽപരമായ ഉന്നതിക്ക് കാരണമാകും എന്നുള്ളതാണ്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് മാറ്റമില്ലാത്ത തരത്തിൽ സർക്കാർ ജോലിക്ക് അവസരം തെളിഞ്ഞു വരികയാണ്. മെയ് 2 മുതൽ 2027 മെയ് 2 വരെയുള്ള ഒരു വർഷക്കാലത്തിനുള്ളിൽ തീർച്ചയായും യുവജനങ്ങൾക്ക് തൊഴിൽ സാധ്യത ഏറുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ വിദേശ വ്യവസ്ഥകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ധാരാളം ധന വ്യവസ്ഥകളോട് കൂടിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യമുണ്ടാവും. അതുപോലെ തന്നെ ജോലിയിൽ നിലനിൽക്കുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനുമുള്ള വ്യവസ്ഥകളുണ്ടാകും. കർക്കിടകം രാശി ജാതരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് ലോട്ടറി ഭാഗ്യം പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരും. വിദേശ ലോട്ടറിയൊക്കെ ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും കർക്കിടകം രാശിക്കാർക്ക് രുചക യോഗത്തിൻ്റെ ഫലമായി വന്നു ചേരും. 128 വർഷങ്ങൾക്ക് ശേഷമാണ് ശക്തമായ രുചക യോഗം കർക്കിടകം രാശിക്കാരെയും അനുഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ സൈന്യം, പോലീസ്, രാഷ്ട്രീയ മേഖല, കലാ കായിക രംഗങ്ങൾ, ഈ മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ കീർത്തിമ പ്രവർത്തനങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഈ മേഖലയിൽ നിൽക്കുന്നവർക്ക് മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനും ആ തീരുമാനം നടപ്പിലാകുന്നതിനും ആ തീരുമാനം നടപ്പിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ സമ്മാനത്തുകയൊക്കെ ലഭിക്കുന്നതിനും കീർത്തി മുദ്രയൊക്കെ ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും വരുന്നു. റിയൽ എസ്റ്റേറ്റ്, നിർമ്മാണ മേഖല, യന്ത്ര സാമഗ്രികൾ തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്
രുചക യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വമ്പൻ സാമ്പത്തിക ലാഭം വന്നുചേരും. സംശയമില്ലാത്ത കാര്യമാണ്. രുചക യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തികമായിട്ടുള്ള വർധനവുണ്ടാകും, മാനസികമായ കരുത്ത് വർദ്ധിക്കും, ആരോഗ്യപരമായ വ്യവസ്ഥകൾക്കെല്ലാം വളരെ ഗംഭീരമായിരിക്കുന്ന നീക്കുപോക്കുകളുണ്ടാകും. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനായിട്ട് ഈ 4 രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് കഴിയും. ശാരീരികമായ തളർച്ചകൾ മാറി ഉന്മേഷത്തോടു കൂടി മുൻപോട്ട് പോകുന്ന അവസ്ഥകളുണ്ടാകും. അതുപോലെ തന്നെ ചൊവ്വയുടെ സ്വാധീനം കൂടുമ്പോൾ ദേഷ്യം, എടുത്തുചാട്ടം, ചൊവ്വയുടെ സ്വാധീനം കൂടുമ്പോൾ ദേഷ്യം, എടുത്തുചാട്ടം, നിയന്ത്രിക്കുവാൻ കഴിയാത്ത മാനസികമായ വ്യവസ്ഥകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ആയതുകൊണ്ട് തന്നെ ചൊവ്വയുടെ അധിപനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് അതൊഴിവാകുന്നതിന് കാരണമാകും. ചൊവ്വാ ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, വേൽ വഴിപാട് സമർപ്പിക്കുക, ഭസ്മാഭിഷേകം നടത്തുക, പഞ്ചാമൃത അഭിഷേകം അല്ലെങ്കിൽ പഞ്ചാമൃത വഴിപാട് നടത്തുക തുടങ്ങിയവ ചെയ്യണം. അപ്പോൾ ആ വലിയ ദേഷ്യങ്ങളിൽ നിന്നും ക്രൂരമായ ചിന്താഗതികളിൽ നിന്നും വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് സുബ്രഹ്മണ്യ അനുഗ്രഹത്താൽ, ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്താൽ നമുക്ക് സാധിക്കും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഓം അങ്കാരകായ നമ എന്ന മന്ത്രം 108 പ്രാവശ്യം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ജപിക്കുക. ചൊവ്വാഴ്ചകളിൽ പയറോ ചുവന്ന വസ്ത്രങ്ങളോ ദാനം ചെയ്യാൻ ശ്രമിക്കുക. ദാനം വലിയൊരു പുണ്യ പ്രവൃത്തി തന്നെയാണ്. രുചകയോഗത്തിൻ്റെ ഫലം നന്നായി അനുഭവിക്കുവാൻ അത് കാരണമാകും. ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ ചാലീസ ജപിക്കുന്നതും രുചകയോഗത്തിൻ്റെ ഭാഗ്യം നമ്മളിലേക്ക് തന്നെ വന്നു ചേരുന്നതിന് ഭാഗ്യമുണ്ടാകും. ദേശീയ സ്വഭാവത്തെ മാറ്റിയെടുക്കുന്നതിനും ക്രൂരമായ സ്വഭാവത്തിൽ നിന്ന് മാറിപ്പോകുന്നതിനും മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ അംഗീകരിപ്പിക്കുന്നതിനും ഹനുമാൻ ചാലീസ ചൊവ്വാഴ്ചകളിൽ ചെല്ലുന്നത് വളരെ ഭാഗ്യദായകമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ചുവന്ന വസ്ത്രമോ ചുവന്ന നിറത്തിലുള്ള കർച്ചീഫോ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അത് ഭാഗ്യദായകമാണ്. അത് ചൊവ്വയുടെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. 128 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഉജ്ജ്വലമായ രുചകയോഗത്തിൻ്റെ ഫലമാണ് 4 രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് അനുഭവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഭാഗ്യത്തിൻ്റെതായ അടിസ്ഥാനത്തിലുമൊക്കെ ഈ 4 രാശി നക്ഷത്രജാതർ ഒരു വർഷക്കാലത്തോളം ഗംഭീരമായിരിക്കുന്ന ഉയർച്ചയുടെ ഭാഗത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് ഇവർക്ക് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ ഈ നക്ഷത്രജാതരായിരിക്കുന്ന രാശിജാതരെ ഈശ്വരൻ പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ. രുചക യോഗത്തിൻ്റെ എല്ലാ ഫലങ്ങളും അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഇവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.